നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനം ആണവ നിലയം പദ്ധതിയുമായി മുന്നോട്ടു പോകും. വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ എതിർപ്പ് ഇക്കാര്യത്തിൽ വില പോവില്ല. ആണവ നിലയം നയപരമായ കാര്യമാണെന്നും അതുകൊണ്ട് തന്നെ അത് ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യാത്തത് CPIയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അതിനിടെ ആണവ നിലയം സ്ഥാപിക്കാനുള്ള പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന സൂചനയുമായി KCB ചെയർമാൻ ബിജു പ്രഭാകർ രംഗത്ത് വരികയും ചെയ്തു. ഇതോടെ വൈദ്യുതി മന്ത്രിയുടെയും CPMന്റെയും നിലപാട് അതീവ നിർണായകമായി. ഈ വിഷയത്തിൽ ഇനിയും CPM നിലപാട് പറഞ്ഞിട്ടില്ല. തൽക്കാലം വ്യക്തമായൊരു നിലപാട് CPM പ്രഖ്യാപിക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾക്ക് പിന്നാലെയാണ് പദ്ധതിയുടെ ആവശ്യകത ബോധ്യപ്പെടുത്തി KCB ചെയർമാൻ തന്നെ രംഗത്തിറങ്ങിയത്. ആണവ നിലയം എന്തിനെന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തുമെന്നും ബിജു പ്രഭാകർ പറഞ്ഞു. പാലക്കാട് KCB പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലാണ് ബിജു പ്രഭാകർ ആണവ നിലയം സ്ഥാപിക്കുന്ന വിഷയം പൊതുചർച്ചയ്ക്ക് വെച്ചത്. കൽപ്പാക്കം നിലയത്തിൽ നിന്ന് ആണവ വൈദ്യുതി വാങ്ങുക, കേരളത്തിന് പുറത്ത് നിലയം സ്ഥാപിച്ച് വൈദ്യുതി വാങ്ങുക, സംസ്ഥാനത്ത് തന്നെ ആണവ നിലയം സ്ഥാപിക്കുക എന്നിങ്ങനെ 3 സാധ്യതകളാണ് KCB പരിശോധിച്ചത്. സ്വന്തം ആണവ നിലയം എന്ന മൂന്നാമത്തെ സാധ്യതയാണ് നല്ലതെന്ന് KCB പറയുന്നു. ഊർജ്ജ സ്വയം പര്യാപ്തതയ്ക്കും KCBയുടെ നിലനിൽപ്പിനും പദ്ധതി അത്യാവശ്യമാണെന്ന് സർക്കാരിനെയും ബോധ്യപ്പെടുത്തുമെന്ന് ബിജു പ്രഭാകർ പറഞ്ഞു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ആണവ വൈദ്യുതി നിലയം വീണ്ടും ചർച്ചയായെങ്കിലും സർക്കാരോ ഇടത് സംഘടനകളോ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ വൈദ്യുതി മന്ത്രി എതിർപ്പ് അറിയിക്കുകയും ചെയ്തു. മുമ്പ് പാരിസ്ഥിതിക പ്രശ്നങ്ങളാൽ ഇത് കേരളം വേണ്ടെന്ന് വെച്ചിരുന്നു. അതിരപ്പള്ളി അടക്കമുള്ള ജലവൈദ്യുത പദ്ധതികൾക്ക് പോലും പാരിസ്ഥിതിക പ്രശ്നങ്ങളുയർത്തി പ്രതിഷേധം കേരളത്തിൽ നടന്നിരുന്നു. അതിനിടെയാണ് പുതിയ നീക്കം. നേരത്തെ കേരളത്തിലെ തീരത്ത് ആണവ നിലയം കേന്ദ്ര സർക്കാർ ആലോചനയിലുണ്ടായിരുന്നു. എന്നാൽ അത് പ്രതിഷേധം കാരണം നടക്കില്ലെന്ന് തിരിച്ചറിഞ്ഞ് തമിഴ്നാട്ടിലെ തീരത്തേക്ക് മാറ്റി. കേരളത്തിന് കുറഞ്ഞ വിലയ്ക്ക് 450 മെഗാവാട്ട് വൈദ്യുതി കൂടംകുളത്ത് നിന്നോ രാജസ്ഥാനിലെ ആണവ വൈദ്യുത പദ്ധതിയിൽ നിന്നോ ഉടൻ ലഭിക്കുന്നതിന്റെ സാധ്യത ന്യൂക്ലിയർ കോർപ്പറേഷനുമായി KCB ചർച്ച ചെയ്തിരുന്നു. ടെൻഡറുകളിലൂടെ മാത്രമേ ഇവിടെ നിന്ന് വൈദ്യുതി ലഭിക്കൂ. ഇക്കാര്യം പരിഗണിച്ചാണ് കേരളവും ആണവ വൈദ്യുത നിലയവും എന്ന ആശയത്തിലേക്ക് എത്തിയത്. വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണിത്. നിലവിൽ 13,000 കോടി രൂപയുടെ വൈദ്യുതിയാണ് വർഷം തോറും കേരളം വാങ്ങുന്നത്. 2030 ഇത് 25,000 കോടി കവിയും. ജലവൈദ്യുതി പദ്ധതി തുടങ്ങാൻ പാരിസ്ഥിതിക പ്രശ്നങ്ങളും കാലതാമസവുമുണ്ട്. സോളാർ പദ്ധതിയിൽ പകൽ മാത്രമേ വൈദ്യുതി ലഭിക്കൂ. ഈ സാഹചര്യത്തിലാണ് പുതിയ നീക്കം.